ഹലോ ഹായ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷനാണ്. അപ്പോൾ എന്താണ് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സാധാരണ പിന്നെ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്, ഒരു കുറച്ച് സെറ്റ് ഓഫ് കോഡ് നമ്മൾ ഒരുമിച്ചൊരു ബ്ലോക്കായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മെയിൻ ഫംഗ്ഷൻ കണ്ടിട്ട് അതിൻ്റെ എക്സാമ്പിൾ കണ്ടിട്ടുണ്ടല്ലേ. എന്താണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, മെയിൻ ഫംഗ്ഷൻ്റെ അകത്താണ് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ അവസാനിക്കുക അല്ലേ. അപ്പം ഒരൊറ്റ ബ്ലോക്ക് ഓഫ് കോഡായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ മെയിൻ ഫംഗ്ഷനെ പോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ, യൂസർക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സാധാരണ രൂപത്തിൽ നമുക്കിങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ പറയാം, സേ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവും. സാധാരണ രീതിയിൽ ഒരൊറ്റ മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവും. ഈ ഫംഗ്ഷൻ്റെ അകത്ത് നിന്നാണ് എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, മെയിൻ ഫംഗ്ഷൻ. അത് ലൈൻ നമ്പർ 1 2 3 ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അവസാനം വരെ പോകും ഇല്ലേ. ഇനി ഇതിൻ്റെ സബ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഹലോ അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഡിസ്പ്ലേ. ഓക്കെ, അപ്പോൾ നേരത്തെ മെയിൻ ഫംഗ്ഷനിൽ അതേപോലെ വേറൊരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ എന്തായിട്ടുണ്ടാവും, ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനും റീയൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണ്, തേർഡ് ലൈനിൽ നമ്മളിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് തോന്നുകയാണ് ഈ ഡിസ്പ്ലേനെ വിളിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫംഗ്ഷൻ്റെ പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനോട് കോൾ ചെയ്യും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ ബാക്കിലോട്ട് വരും. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, ഈ ഡിസ്പ്ലേനെ യൂസ് ചെയ്യണം. ഡിസ്പ്ലേ എന്നുള്ളൊരു പേര് എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഇത് നമ്മൾ വീണ്ടും യൂസ് ചെയ്യും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു സംഗതിനെ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സംഗതിക്കാണ് നമ്മളെന്ത് പറയാം, ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു. ഹലോ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കുക, ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഈ ഹലോ പ്രിൻറ്റ് ചെയ്യാനുള്ള കാര്യം എന്ത് ചെയ്യാം, എനിക്ക് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീയൂസ് ചെയ്യാൻ എനിക്ക് ചെയ്യേണ്ട കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഇവിടുന്ന് എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷൻ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാൻ മതി, കോൾ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിന് പറയാം എന്താണ്, ഫംഗ്ഷൻ കോളിംഗ് എന്നാണ് പറയട്ടെ. എന്താണ് പറയുക, ഫംഗ്ഷൻ കോളിംഗ്. ഓക്കെ, ഇങ്ങനെ വിളിക്കുന്നതിന് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയാം. ഇനി നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്തിനാണ്, ക്രിയേറ്റ് ചെയ്യണമല്ലോ. ഫംഗ്ഷൻ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് അല്ലെങ്കിൽ ഡിഫൈൻ, ഡിക്ലെയർ എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഫംഗ്ഷൻസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് സംഗതികളാണ് നമുക്ക് എന്തുള്ളത്, ഫംഗ്ഷൻസ് ഉള്ളത്. നമുക്കതിൻ്റെ പിന്നെ എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത് കേട്ടോ. ഓക്കെ, നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഓൺലൈൻ കമ്പൈലർ. നിങ്ങൾക്ക് ഏത് ഓൺലൈൻ കമ്പൈലർ എടുക്കാം. ഞാനിവിടെ പ്രോഗ്രാമിസിൻ്റെ കമ്പൈലറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കോഡിൻ്റെ സ്ട്രക്ചർ ആൾറെഡി ഇവിടെ ഉണ്ട്. ഹാഷിങ്ങിലൂടെ stdio.h ഉണ്ട്, മെയിൻ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ, മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഇത് റൺ ചെയ്ത പ്രത്യേകിച്ച് ഔട്ട്പുട്ടൊന്നും വരില്ല. ഇനി എനിക്കിവിടെ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യണം. നമുക്ക് ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്താ കൊടുക്കുക, പ്രിൻ്റ് എഫ് ഹലോ, പ്രിൻ്റ് എഫ് ഹലോ. ഹലോ പ്രിൻറ്റ് ചെയ്യുന്നതോടെ എന്തായി, ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ കാണാൻ പറ്റും, ഹലോ കാണാൻ പറ്റും. ഹലോ എന്ന് വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഈ ഹലോന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ചെയ്തതിന് പകരം ഇതിനെടുത്തിട്ട് നമ്മൾ വേറെ ഫംഗ്ഷനിൽ കൊണ്ടുപോയിടുക. ഇതിന് ഇവിടുന്ന് കട്ട് ചെയ്തു, Ctrl+X അടിച്ച് കട്ട് ചെയ്തു. ഇനി ഇവിടെ വോയിഡ് ഡിസ്പ്ലേ എന്നുള്ളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിന് നമ്മൾ എന്താ പറയുക, ക്രിയേറ്റിംഗ് എ ഫംഗ്ഷൻ എന്താണ് പറയുക, ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് എ ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഡിക്ലെയർ എ ഫംഗ്ഷൻ എന്ന് പറയാം. ഡിക്ലെയർ ചെയ്യുക, ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുക, ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുക. അതുപോലെ അതിന് കൂടെ തന്നെയാണ് എന്ത് ചെയ്തു, ഡെഫിനിഷനും കൂടി ചെയ്തു. ഈ ഫംഗ്ഷൻ്റെ അകത്ത് എന്താണെന്നുള്ള പറഞ്ഞു. ഇപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എത്ര വരുള്ളൂ, ഇത്ര വരും. ഫംഗ്ഷൻ്റെ പേര് എന്താണ്, റിട്ടേൺ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. എന്നാൽ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഓപ്പണിങ് ക്ലോസിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ചെയ്തു പോവാം. ഇപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു പ്രിൻ്റ് ഹലോ, പ്രിൻ്റ് എഫ് ഹലോ എന്ന് എന്ത് ചെയ്യണം, കൊടുക്കാൻ പോകണം. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ്റെ പേരെന്താണ്, ഡിസ്പ്ലേ എന്നാണ് കേട്ടോ. ഇതിൻ്റെ രൂപം അങ്ങനെ തന്നെ കൊടുക്കുക, ഡിസ്പ്ലേ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഓപ്പണിങ് ക്ലോസിങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, അതായത് തിരിച്ചെന്ത് നൽകുന്നു, തിരിച്ചിപ്പോൾ തൽക്കാലം നമുക്കൊന്നും നൽകേണ്ടതില്ല, വോയിഡാണ്, നത്തിങ് ആണ്. ഇതിൻ്റെ ഫംഗ്ഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് 4ാമത്തെ ലൈനിൽ 6ാമത്തെ ലൈനിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ എത്രയാണ് ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, എത്ര കാര്യമുള്ളൂ. എന്താ ചെയ്യുന്നത്, ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക, ഓപ്പണിങ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിന് റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് കൊടുത്താൽ തൽക്കാലം, തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംഗതി കൊടുക്കുക. ഓക്കെ, ഇനി ഇത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത പ്രത്യേകിച്ച് ഔട്ട്പുട്ടിലൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. കാരണം എന്താ, നമ്മൾ പ്രത്യേകിച്ച് ഔട്ട്പുട്ടൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഡിസ്പ്ലേയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് പ്രിൻ്റ് ഫയലോ എന്നൊക്കെ ഉള്ളത്, പക്ഷേ എന്തില്ല, നമ്മളെവിടെയും കോൾ ചെയ്തിട്ടില്ല. കാരണം അത് എക്സിക്യൂഷൻ എപ്പോഴും തുടങ്ങുന്നത്, റണ്ണിങ് എപ്പോഴും കോഡ് തുടങ്ങുക മെയിൻ ഫംഗ്ഷൻ തുടങ്ങും, മെയിൻ ഫംഗ്ഷൻ എന്ത് ചെയ്യും, അവസാനിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിസ്പ്ലേനെ യൂസ് ചെയ്യണമെങ്കിൽ, ഓക്കെ, യൂസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞ പേരാണ് കോളിംഗ് എന്ന് പറയാം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, ഇതിവിടെ ജസ്റ്റ് കൊടുത്താൽ മതി, കഴിഞ്ഞു, സെമി കോൾ ഇട്ട് കൊടുക്കുക. ഇതിനെന്താ പറയുക,
കോളിംഗ് എ ഫംഗ്ഷൻ. ശരിക്കും എന്താ നമ്മൾ ചെയ്യുന്നത്, അതിനെന്താണ് ഇവിടെ എന്താണ്, ഹിയർ വി ആർ യൂസിങ് ദിസ്, ഇതിന് യൂസ് ചെയ്യണം, ഇതിന് ഉപയോഗിക്കണം. അപ്പോൾ ഞാനിത് റൺ ചെയ്തിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ഹലോ എന്ന് ഒരു പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻ്റ് വന്നിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ ഈ ഫംഗ്ഷൻ 9ാമത്തെ ലൈൻ വർക്ക് ചെയ്തു. 9ാമത്തെ ലൈൻ വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കും, 9ാമത്തെ ലൈനിൽ നിന്നും നേരെ മുകളിലേക്ക് എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് എത്തി, ഡിസ്പ്ലേയിലേക്ക് എത്തി. ഇത് വന്നിട്ട് എന്ത് ചെയ്യും, ഇതിങ്ങനെ വർക്ക് ചെയ്ത് 6ാമത്തെ ലൈനിലെത്തുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇനി മുന്നോട്ട് പോകേണ്ടതില്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ച് എവിടുന്നാണോ വിളിച്ചത് അവിടേക്ക് തിരിച്ചല്ലേ. എവിടുന്ന് വിളിച്ചിട്ടുള്ളത്, മെയിൻ ഫംഗ്ഷൻ്റെ 9ാമത്തെ ലൈനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യും, തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇതാണൊരു ഫ്ലോ. ഇത് കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവണം. അതല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത് പറയുന്നതിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡിൽ നമ്മൾ ചെയ്ത കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ എന്തുണ്ട്, താഴെയുണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ എന്തെടുത്ത്, മെയിൻ എന്നാണ് ഫംഗ്ഷൻ. ഓൾറെഡി പേര് വരുന്നുണ്ട് അല്ലേ, നമുക്കറിയാം. അതിവിടെ തുടങ്ങി അവിടെ അവസാനിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ വേറൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേരെന്തായിരുന്നു, ഡിസ്പ്ലേ എന്നായിരുന്നു. അതിൻ്റെ പേരാണ് ഫംഗ്ഷൻ അല്ലേ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാം. അവിടെ നമ്മൾ എന്താ കൊടുത്തത്, ഒരു പ്രിൻ്റ് എഫ് മാത്രമാണ് കൊടുത്തത് അല്ലേ. ഇനി നമുക്ക് ലൈൻ്റെ അകത്ത് നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ആ സമയത്ത് എന്ത് ചെയ്യാം, അതിനെ കോൾ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പോകും. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, തിരിച്ച് ഏത് പോയിൻ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് വരും. അതുപോലെ അടുത്തൊരു പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, കോൾ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും നമുക്ക് കോൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, കോൾ ചെയ്ത് യൂസ് ചെയ്യാൻ തിരിച്ചു വരാം. അങ്ങനെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റീയൂസ് ചെയ്യാം. അതുകൊണ്ട് അത് പറയുന്നത് നമുക്കിപ്പം റീയൂസ് ചെയ്യാൻ വളരെ സൗകര്യമെന്ന് പറയുന്നത്. അപ്പോൾ റീയൂസ് എന്നുള്ള സംഗതി എന്തുകൊണ്ടാണ് പിന്നെ ഫംഗ്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതുപോലെ വേറെ സംഗതിയാണ് നമുക്ക് അതിൻ്റെ മോഡുലാരിറ്റി. നമുക്ക് കുറേ ടാസ്കുകളുണ്ടെങ്കിൽ സെപ്പറേറ്റ് ടാസ്ക് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ബ്ലോക്കുകളായിട്ട് ഇങ്ങനെ നിലനിർത്താം അല്ലേ. എന്നിട്ട് നിലനിർത്തി നമുക്ക് ആവശ്യമുള്ള സമയത്ത് വീണ്ടും എന്ത് ചെയ്യാൻ കോൾ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാം കൂടി ഇപ്പോൾ ലൈക്ക് ഒരു 1000 ലൈൻ ഓഫ് കോഡ് നമ്മുടെ കയ്യിലുണ്ട് വിചാരിക്കും മെയിൻ ഫംഗ്ഷൻ. എല്ലാം കൂടി ഒരു സ്ഥലത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീബഗ് ചെയ്യാൻ, എറർ വന്ന തിരുത്താൻ, അങ്ങനെ സംഗതികൾക്കൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പവഴി എന്താണ്, നമ്മളെന്ത് ചെയ്യുക, സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് ഓരോന്നിങ്ങനെ നിലനിർത്തുന്നത് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്താൽ മതി, കോൾ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ്റെ ഏറ്റവും ആവശ്യകരമായ ഒരു യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ദാറ്റ് പെർഫോംസ് എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് പെർഫോം ചെയ്യുന്ന ഒരാളാണ് ആര്, നമ്മുടെ ഫംഗ്ഷൻ. അതുപോലെ ഇറ്റ് അലൗസ് കോഡ് റീയൂസബിലിറ്റി. അത് കോഡിനെ വീണ്ടും റീയൂസ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ കണ്ടല്ലോ, സെപ്പറേറ്റ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിങ്ങനെ ഓരോന്ന് ആവശ്യത്തിന് യൂസ് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതുപോലെ മോഡുലാറാണ്, സ്ട്രക്ചേർഡ് ബ്ലോക്ക് ആയിട്ടാണ്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ നമുക്ക് പിന്നെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് റീയൂസബിലിറ്റി, ഇംപ്രൂവ്ഡ് റീഡബിലിറ്റി. കോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് പറ്റും, പിന്നെ മനസ്സിലാക്കാൻ പറ്റും റീഡബിലിറ്റി. അതുപോലെ ഈസിയർ മെയിൻ്റനൻസ് ആൻഡ് ഡീബഗിങ്. ഈ എളുപ്പത്തിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഡീബഗ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഫംഗ്ഷൻസിൻ്റെ പ്രത്യേകതകൾ. നമ്മളതിൻ്റെ സിൻടാക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഫംഗ്ഷൻ ഡിക്ലറേഷൻ, പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ പേര്, ഫംഗ്ഷൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സിൻ്റെ അതിൻ്റെ ലിസ്റ്റ്. നമ്മളിപ്പോൾ ആദ്യം കൊടുത്തിട്ടില്ല, നമുക്ക് നോക്കാം. ഇനി അതിൻ്റെ പിന്നെ ബോഡി നമുക്ക് എങ്ങനെ എഴുതാം, റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ പേര്, പാരാമീറ്റർ ലിസ്റ്റ്, ബോഡി ഓഫ് ദി ഫംഗ്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് വരിക. അപ്പോൾ ഇത് ഒന്നുമില്ല, പിന്നെ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പിന്നെ ഇവിടെ കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ആദ്യം ചെയ്ത് എന്താ വെച്ചാൽ വോയിഡ് ഡിസ്പ്ലേ എന്നുള്ള എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ഇവിടെ കംപ്ലീറ്റ് എഴുതി. ഈ എഴുതുന്നതിന് പറയാം നമുക്ക് ഇതെടുത്തിട്ട് നമ്മൾ താഴെ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള താഴെ കൊണ്ടുവച്ചു. ആ സമയത്ത് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്ലറേഷൻ ഡെഫിനിഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം, വോയിഡ് ഡിസ്പ്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിക്ലറേഷൻ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഡിക്ലറേഷൻ എന്ന് പറയാം. ഓക്കെ, ഡിക്ലറേഷൻ എന്തൊക്കെയുള്ളത്, റിട്ടേൺ ടൈപ്പ്, എന്താണ് തിരിച്ചു നിൽക്കുന്ന ടൈപ്പ്, നത്തിങ് ആണ്, ഒന്നുമില്ല കൊടുത്തു, അതാണ് വോയിഡ് കൊടുത്ത്, ഇതിൻ്റെ പേര് കൊടുത്തു, ഓപ്പണിംഗ് ക്ലോസിംഗ് കൊടുത്തു, സെമിക്കോളം കൊടുത്തു. അപ്പോൾ ഡിക്ലറേഷൻ അവിടെ അവസാനിച്ചു. ഇനി ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണെങ്കിൽ എങ്ങനെ ചെയ്താൽ ഡെഫിനിഷൻ. ഓക്കെ, നേരത്തെ എഴുതിയ രൂപത്തിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒരുമിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. സീലിംഗ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ താഴെ എഴുതി, ഡിക്ലറേഷൻ എന്ത് ചെയ്തു മേലെ എഴുതി. അപ്പോൾ നമ്മൾ 3 ബ്ലോക്കായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ടല്ലേ. ഫസ്റ്റ് ഇതെന്താണ് ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ. രണ്ടാമത്തെ നമ്മുടെ മെയിൻ ഫംഗ്ഷനാണ്, അത് നമുക്ക് വേണ്ട രൂപത്തിൽ തന്നെ അവിടെ എഴുതാം. മൂന്നാമത് എന്താണ് ഡെഫിനിഷൻസ് ഇവിടെ എഴുതി. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ട്. പാരാമീറ്റർ ലിസ്റ്റ് എന്താ, പാരാമീറ്റർ ലിസ്റ്റ് നോക്കാം. ഓക്കെ, ഞാനിത് പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചെഴുതാണ്. ഓക്കെ, ഡിക്ലറേഷൻ ഡെഫിനിഷൻ ഞാൻ ഒരുമിച്ച് എഴുതാൻ പോവാണ്, നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഡിക്ലറേഷൻ ഡെഫിനിഷൻ എന്ത് ചെയ്തു, ഡെഫിനിഷനും അതുപോലെ ഡിക്ലറേഷൻ എന്ത് ചെയ്തു, ഒരുമിച്ച് എഴുതി. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ല. ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഓൺലൈൻ കമ്പനിയിൽ എടുക്കുക, ചെയ്ത് നോക്കുക, നിങ്ങൾ ഫോണിൽ എങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്ന പറഞ്ഞാൽ, പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ താഴത്തെ ഫംഗ്ഷനിൽ നിന്ന് ഡിസ്പ്ലേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ വാല്യൂ മേലേക്ക് പാസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയാം, ഇൻറ്റ് ഏജ് ഈക്വൽ ടു 10.
ഏജ് എന്നുള്ളതിൻ്റെ അകത്തുള്ള വാല്യൂ എന്താ 10. അതേ മുകളിലേക്ക് ഡിസ്പ്ലേൻ്റെ അകത്തേക്ക് പാസ് ചെയ്യുമ്പോൾ എവിടുന്ന് പാസ് ചെയ്യണം? താഴെയുള്ള മെയിൻ ഫംഗ്ഷനിൽ നിന്നും കോൾ ചെയ്യുന്ന സമയത്ത് ഇയാളെ വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? മുകളിലേക്ക് എന്ത് ചെയ്യണം? ഈ 10 എന്നുള്ള വാല്യൂ കയറി പോകണം, മേലെ കയറി പോകണം. അപ്പോൾ എന്താ ചെയ്യുക? ഇത്ര കൊടുത്താൽ മതി, ഏജ്. അപ്പോൾ ഏജിൻ്റെ അകത്ത് ഏജ് എന്നുള്ളൊരു ബോക്സ് പോലെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. ആ ബോക്സിലുള്ള വാല്യൂ നേരെ കയറി ചെയ്തിട്ട് മുകൾക്കുണ്ടാവും. അപ്പോൾ അതവിടെ സ്വീകരിക്കണം അല്ലേ? സ്വീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് ഇൻറ്റ് ഏജ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? എക്സ് എന്ന് കൊടുക്കുക. ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഇത് ഇവിടെ ഏത് പേര് കൊടുത്ത് നിർബന്ധമില്ല, ഇവിടെ ഏജ് എന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യുക? എനിക്ക് എക്സ് കൊടുക്കുക. അപ്പോൾ താഴത്തെ എണ്ണം നോക്കുക. ഇവിടെ ഫസ്റ്റ് പാസ് ചെയ്ത ആളാരാണ്? ഒരാളെ പാസ് ചെയ്തിട്ട് ആളെ എന്താണ് വാല്യൂ? ഏജാണ് അതിൻ്റെ അകത്തുള്ള വേരിയബിളിലെ. അപ്പോൾ ഈ വേരിയബിൾ ഒന്ന് പാസ് ചെയ്തു. ആ വേരിയബിൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ സ്വീകരിക്കും, നേരെ മുകളിലേക്ക് പോകും, മുകളിൽ ഇവിടെ സ്വീകരിക്കും. അപ്പോൾ ഇവിടെ 10 ആണോ സെൻഡ് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ 10 കിട്ടും. ഇനി ഹലോ ഇവിടെ എഴുതാണ് യുവർ ഏജ് ഈസ് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുക. ഈസ് %d, ഏജ്. അവിടെ ഏജ് എന്ത് ചെയ്തു? വന്നിട്ടുണ്ട്. നമുക്ക് താഴ്ന്ന് പാസ് ചെയ്ത് ഏജ് ഇവിടെ എന്ത് ചെയ്യണം? ഏജ് 10 എന്ന് പറയണം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ ഏജ് അല്ല, ഇവിടെ എക്സ് ആണ്. എക്സ് കാരണം നമുക്ക് ഇപ്പം എന്താ മനസ്സിലായി നിങ്ങൾക്ക്? അതായത് താഴെ നിങ്ങൾ ഏജ് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഏജ് എന്നുള്ളത് ആരാന്ന് ആർക്ക് മാത്രമേ അറിയുള്ളൂ? ഇന്ത്യൻ്റെ ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമാണ് അറിയുള്ളൂ. എന്ത് ആരാണ് പിന്നെ ഈ ഏജ് എന്നുള്ള ആൾ? സ്കോപ്പ് മെയിൻ്റെ അകത്ത് മാത്രമേ. കാരണം എന്താ? ഇത് ഡിക്ലെയർ ചെയ്ത് എവിടെ? മെയിനിൻ്റെ അകത്താണ്. അതുകൊണ്ട് തന്നെ മെയിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്ത ഒരാൾ എന്ത് ചെയ്യില്ല? അടുത്ത ഫംഗ്ഷനിൽ കിട്ടില്ല. അതുകൂടി നമ്മൾ ഇതിനെ കൂടെ മനസ്സിലാക്കുക, സ്കോപ്പ് കേട്ടോ. അപ്പോൾ എന്താണ് കാര്യം? നമ്മൾ എന്ത് ചെയ്തു? മെയിൻ്റെ അകത്ത് ഒരു സംഗതി ഡിക്ലെയർ ചെയ്തു. ഓക്കെ, സേ ഒരു ഏജ് എന്നുള്ള സാധനം ഡിക്ലെയർ ചെയ്തു. ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഡിക്ലെയർ ചെയ്തു. വേറെ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ വൈ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഈ എക്സ് എന്നുള്ള സാധനം ശരിക്കും എവിടെ മാത്രമേ കിട്ടുള്ളൂ? ഇതിൻ്റെ അകത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവൈലബിൾ ആവുള്ളൂ. ഏജ് ഉള്ളത് എവിടെ മാത്രമേ കിട്ടുള്ളൂ? ഇതിൻ്റെ അകത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവൈലബിൾ ആവുള്ളൂ. അതുപോലെ വൈ എന്നുള്ളത് വേറെ ഫംഗ്ഷനാണ്, അതിൻ്റെ അകത്ത് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത ആൾ എന്ത് ചെയ്യില്ല? ഇവിടെ കിട്ടില്ല. കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്ത പോലെ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ആ പാസ് ചെയ്യാൻ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ട് പാരാമീറ്റർ ലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് പാരാമീറ്റർ ലിസ്റ്റ്. പാസ് ചെയ്യുന്ന ആളെ ഇവിടുന്ന് അയക്കാനും തിരിച്ചു പിടിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പാരാമീറ്റർ എന്നുള്ള സാധനം യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്കെപ്പോഴും ആവശ്യമുള്ള സംഗതിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കി പോകുക. അപ്പോൾ അത്രയുള്ള എക്സാമ്പിൾ മനസ്സിലാക്കിയിട്ട് പോയാൽ മതി, വേറെ അതിൽ കൺഫ്യൂഷൻ ആകാനൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് പിന്നെ വാല്യൂ പാസ് ചെയ്തു, ഏജിനെ പാസ് ചെയ്തു. ഏജിന് പാസ് ചെയ്ത് എവിടെയാണ്? അവിടെ ഡിസ്പ്ലേ എന്നുള്ള സംഗതി എന്ത് ചെയ്തു? നമ്മൾ പിന്നെ കോൾ ചെയ്തപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിളിച്ചു അല്ലേ? വിളിച്ചു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് പറയാം നിങ്ങൾ ഈ ജോലി ചെയ്യൂ. അതാണ് 10ാമത്തെ ലൈൻ പറയും. ഈ ജോലി ചെയ്യൂ എന്ന് എന്ത് ചെയ്യാണ് പറയണം. ആ ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരും. ജോലിക്കാർ ഇവിടെ റെഡിയാണ്. ആ ജോലിക്കാരുടെ പറഞ്ഞ ജോലി എന്താ? ഇവിടുന്ന് ഒരു കൊട്ടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഏജ് എന്നുള്ള ഒരു വേരിയബിൾ കൊടുത്തയച്ചിട്ടുണ്ട്. അതിവിടെ സ്വീകരിക്കണം. ആ സ്വീകരിക്കുന്ന കൊട്ടയുടെ പേര്, ബോക്സിൻ്റെ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ പേര് നമുക്ക് എന്താ പറയുക? എക്സ് നോ വൈ എന്ന് എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ എക്സ് എന്ന് കൊടുത്തപ്പോൾ ഇവിടുന്ന് സെൻഡ് ചെയ്തിട്ടുള്ള 10 എന്നുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എക്സിൻ്റെ അകത്ത് നമ്മൾ കിട്ടിയെടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മളതിന് നേരെ എന്ത് ചെയ്യുക? അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ഹലോ യുവർ ഏജ് ഈസ് %d, എന്നിട്ട് എക്സ് എന്നുള്ള വേരിയബിൾ ഇതിവിടെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും റിസൾട്ട്? ഹലോ യുവർ ഏജ് ഈസ് 10 എന്ന് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ്റെ മർമ്മം. ഏറ്റവും ഫംഗ്ഷൻ്റെ മർമ്മം ഇതാണ്. ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിക്ലറേഷൻ ചെയ്യുന്നു. ഞാൻ വീണ്ടും പറയുന്നത് പിന്നെ എനിക്ക് ക്ലാരിറ്റി കിട്ടാനാണ്. ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന ആളവിടെ സ്വീകരിക്കുന്നു. ഇനി ഇതിൽ വേറെ സംഗതി കൂടി ഉണ്ട്. ഇത് തിരിച്ചയക്കാൻ പറ്റും. അതിനാണ് നമ്മൾ പറയുക റിട്ടേൺ. ഞാനൊരു പറയണ ഏജ് എക്സിൻ്റെ കൂടെ കുറേ ഒരു നമ്പർ കൂടി കൂട്ടാം കേട്ടോ. സോ ഞാൻ പറയാണ് റിട്ടേൺ എക്സ് +10. എക്സിൻ്റെ കൂടെ ഒരു 10 കൂടി ആഡ് ചെയ്തിട്ടാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന സാധനത്തിന് നമുക്ക് ഇവിടെ സ്വീകരിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഒരു ബോക്സിൽ അങ്ങോട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തയച്ചല്ലോ, ഒരു ഏജിന് കൊടുത്തയച്ചു. ആ ഏജ് ഇവിടെ എത്തി കുറച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഏജിൻ്റെ വാല്യൂ മാറി. ഏജിൻ്റെ കൂടെ എന്ത് ചെയ്തു? 10 കൂടെ ആഡ് ചെയ്തു. 10 കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? തിരിച്ച് എടുക്കാൻ വരികയാണ്, മെയിൻ ഫംഗ്ഷനിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ തിരിച്ചു വരുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാം? സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു സംഗതി കൊടുക്കാം. ഞാൻ പറയാം ഏജ് ന്യൂ ഏജ്, വേറൊരു പേരെടുത്തു ന്യൂ ഏജ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് വാല്യൂ ഒന്നുമില്ല, വേണമെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കാം. ഇനി ഞാനത് തിരിച്ചു വരുന്ന ആളെ സ്വീകരിക്കാൻ പുതിയ കൊട്ട ഞങ്ങൾ കാണിച്ചു. ന്യൂ ഏജ് കൊട്ട മീൻസ് വേരിയബിൾ.
അപ്പോൾ എന്ത് ചെയ്തു, ന്യൂ ഏജിലേക്ക് എന്ത് ചെയ്യും, അവിടെ പോയി തിരിച്ചു വരുന്ന ആളങ്ങോട്ട് സ്വീകരിച്ചു. എവിടെ പോയിട്ട് അയാൾ എന്ത് ചെയ്തു, ഫ്ലൈറ്റ് ആയിട്ട് വിട്ടു, ഈ ഏജിനെ ഫ്ലൈറ്റ് ആയിട്ട് അങ്ങോട്ട് വിട്ടു. അപ്പോൾ ഡിസ്പ്ലേന്ന് എന്ത് ചെയ്തു, ജോലിക്ക് പറഞ്ഞയച്ചു, ആൾ ഗൾഫിൽ പോയി അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ അകത്ത് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയാൾ എന്ത് ചെയ്യണം, തിരിച്ചു വരികയാണ്, നേരെ റിട്ടേൺ അടിക്കുക നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, റിട്ടേൺ X+10. അപ്പോൾ തിരിച്ചു വരുമ്പോൾ 10 വയസ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വോയിഡ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നതല്ലേ, നെത്തിങ് എന്ന് പറഞ്ഞാൽ മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണ എന്ത് ടൈപ്പാണ്, ഇൻറ്റീജർ ടൈപ്പ്. കാരണം നമ്മളിവിടെ റിട്ടേൺ അകത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻറ്റീജറാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റീജർ നമ്മൾ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. റിട്ടേൺ ചെയ്ത് വരുന്ന സമയത്ത് ആൾ എന്ത് ചെയ്യും, കൊടുത്ത വാല്യൂവിൻ്റെ കൂടെ 10 കൂടി ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇൻഡായിട്ട് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന ആളെ നമ്മളെവിടെ സ്വീകരിച്ചു, ന്യൂ ഏജ്, പുതിയ ഏജിൽ സ്വീകരിച്ചു അല്ലേ. ഓക്കെ, ഇനി ഞാനിവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണ്, പ്രിൻ്റ്. ഓക്കെ, പ്രിൻ്റ് എഫ് ന്യൂ ഏജ് ഈസ് %d, ന്യൂ ഏജ്. യെസ്. അപ്പോൾ എന്ത് ചെയ്തു, പുതിയ ഏജിനെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ 0 കൊടുത്ത് അവിടെ ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഹലോ, യുവർ ഏജ് ഈസ് 10, ന്യൂ ഏജ് ഈസ് 20 ഇയേഴ്സ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ നമുക്കൊരു സ്ലാഷിന് ഇട്ട് കൊടുക്കും, ഒരു കാണാൻ ഭംഗി വൃത്തിക്ക് വേണ്ടിയിട്ടോ. ന്യൂ ഏജ് ഇവിടെ പറഞ്ഞു, ഹലോ പറഞ്ഞു, യുവർ ഏജ് ഈസ് 10 പറഞ്ഞല്ലേ. അത് എവിടെ എത്തിയപ്പോൾ പറഞ്ഞത്, ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞല്ലേ. അപ്പോൾ തുടങ്ങിയ സമയത്ത് എന്താണ്, ഇവിടുന്ന് തുടങ്ങി, 9ാമത്തെ ലൈനിൽ നിന്ന് മെയിൻ തുടങ്ങി, 10ാമത്തെ ലൈനിൽ ഏജും ന്യൂ ഏജും സെറ്റ് ചെയ്തു. 11ാമത്തെ ലൈനിൽ നമ്മൾ ഇവിടെ നോക്കുന്നതിൽ ആദ്യം ചെയ്യുന്നത് ആരാണ്, ഇതാണ്, ഈ റൈറ്റ് സൈഡാണ് ചെയ്യുക. ഫംഗ്ഷൻ എന്ത് ചെയ്ത് പാസ് ചെയ്തു. ഫംഗ്ഷൻ പാസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ഹലോ യുവർ ഏജ് ഈസ് 10 കറക്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തു, അതിന് ശേഷം എക്സിൻ്റെ എന്ത് X+10 ഉള്ള വാല്യൂ കൂടി ഇവിടെ കിട്ടിയ 10 കൂടി എന്ത് ചെയ്തു, ഒരു 10 കൂടി കൂട്ടാൻ പറഞ്ഞു. എന്നിട്ട് അതിനെ റിട്ടേൺ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആർക്കാണ് തിരിച്ചു കൊടുക്കേണ്ടത്, ആരാണോ നമ്മളെ കോൾ ചെയ്തത് അയാൾക്ക് എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. അപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, അയാൾ എന്ത് ചെയ്തു, തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തപ്പോൾ അവിടെ സ്വീകരിച്ചു. തിരിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സാധനം ഇല്ല വിചാരിക്കുക, ഇങ്ങനെ സാധനം ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക, തിരിച്ച് സ്വീകരിക്കാൻ ആരുമില്ല. അപ്പോൾ അങ്ങോട്ട് പോയി തിരിച്ചു വന്ന ആളെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്തു, ആ എയർപോർട്ടിലേക്ക് എന്ത് ന്യൂ ഏജ് എന്നുള്ളൊരു വേരിയബിൾ എന്ത് ചെയ്തു, ഇവിടെ എത്തിയില്ലേ, ന്യൂ ഏജ് ഈക്വൽ ടു. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ തിരിച്ചു വരുന്ന വാല്യൂവിൽ നേരെ പിടിച്ച് എന്ത് ചെയ്യും, ന്യൂ ഏജിൻ്റെ അകത്തേക്ക്, അവിടെ നിന്ന് ആരോ ഇങ്ങനെ ഇങ്ങോട്ടാണ് കേട്ടോ. ഓക്കെ, ന്യൂ ഏജിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്തു, ജമ്പിയാണ് ചെയ്തത്. ഓക്കെ, അതായത് പിന്നെ ലെഫ്റ്റ്, അതായത് റൈറ്റ് സൈഡ് ആദ്യം പ്രോസസ്സ് ചെയ്യും എപ്പോഴും, എന്നിട്ട് എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ന്യൂ ഏജിൽ എന്ത് വാല്യൂ എത്ര ഉണ്ടാവുക, 20 ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് എന്താ, ന്യൂ ഏജ് ഈസ് 20. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു ഫംഗ്ഷന് ചെയ്യാൻ പറ്റുക. അതിൽ നമ്മൾ 2-3-4 കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മിക്സായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ ആദ്യം ഇവിടെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു, ആ ഒരു സംഗതിക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തു. കോൾ ചെയ്യുമ്പോൾ നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്തു അല്ലേ, പാരാമീറ്റർ പാസ് ചെയ്ത് ഇവിടെ കിട്ടും. ഇതിൽ എണ്ണാണ് നോക്കട്ടോ. അപ്പം ഇതിൽ 5 കൊടുത്തതിന് 5 നമുക്ക് ഇപ്പോൾ 5 വേരിയബിളൊക്കെ പാസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, ഏജ് 10, 20, 30 ഇങ്ങനെ കൊടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് കൊടുക്കാൻ പറ്റും. പക്ഷേ പാരാമീറ്റേഴ്സ് മൾട്ടിപ്പിൾ കൊടുത്താൽ ഇവിടെ സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ താഴെ എത്ര കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഇൻറ്റീജർ ടൈപ്പാണ്, 3 എക്സ്ട്രാ. അപ്പോൾ ടോട്ടൽ 4 ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റീജർ എന്ത് ചെയ്യണം, ഇവിടെ സ്വീകരിക്കണം. ഇൻറ്റ് എക്സ് വൈ ഇൻറ്റ് സെഡ് ഇൻറ്റ് പി. മനസ്സിലാവുണ്ടോ, അതായത് എത്ര എണ്ണം താഴെ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്, വേരിയബിളിൻ്റെ എണ്ണം നോക്കി ചെക്ക് ചെയ്യുക. 1, 2, 3, 4 വേരിയബിൾ ഇവിടെ പാസ് ചെയ്യണം. ആ 4 വേരിയബിൾ ഇവിടെ എന്ത് ചെയ്യും, 1, 2, 3, 4 എന്ത് ചെയ്യണം, 4 അവിടെ പിക്ക് ചെയ്യും വേണം. പിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എറർ വരും. ഓക്കെ, അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അത് അവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടോ ഇവിടെ കിട്ടി. ഇനി ഇവിടെ എണ്ണം മാറ്റി വിചാരിക്കുക, ഇവിടെ 4 കൊടുത്ത് ഇവിടെ 3 സ്വീകരിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അവിടെ പ്രശ്നം വരും. അവിടെ എന്തുണ്ട്, എണ്ണത്തിൽ മാറ്റമുണ്ട്. കാരണം അവിടെ എന്താ പറഞ്ഞത്, അവിടെ ഫംഗ്ഷനിൽ ഇവിടുന്ന് പിന്നെ 4 കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ എന്താണ്, അവിടെ 3. അപ്പോൾ എന്ത് ചെയ്യും, എററുകൾ വരും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ വരും. അപ്പോൾ അവിടെ എത്ര എണ്ണം നമ്മൾ മേലെ കൊടുത്തത് അത്രയും എണ്ണം എന്ത് ചെയ്യണം, താഴെ എന്ത് ചെയ്യണം, ഇപ്പോൾ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല പാരാമീറ്റേഴ്സിലായി ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് തന്നെ നമുക്ക് തൽക്കാലം ആവശ്യമുള്ളൂ, അപ്പോൾ നമ്മൾ 1 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷൻ. ഇനി ഞാൻ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ, 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെയല്ല, നമുക്ക് ആഡ് ചെയ്യാൻ എന്ത് ചെയ്യാം, നേരെ നമ്പർ ഇവിടെ തന്നെ മെയിൻ ഫംഗ്ഷൻ തന്നെ ആഡ് ചെയ്ത് പോകാമല്ലേ. അതിൽ പകരം ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് ഫംഗ്ഷൻ വഴി വേറെ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, ആഡ് എന്നുള്ള വർക്ക് നടക്കണം. കാരണം ഓരോ തവണ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, ആഡ് എന്നുള്ള പരിപാടി നടക്കണം. അപ്പോൾ ഞാനിതിന് പേര് മാറ്റാൻ പോവാണ്, ആഡ് ഇൻറ്റ് ഓഫ് എക്സ് 2 നമ്പറാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്, ആഡ് ഇൻറ്റ് ഓഫ് 5. ഇയാൾ ചെയ്യേണ്ട പണി എന്താ, ഇവിടെ 2 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, ഇയാൾ ചെയ്യേണ്ട കാര്യം റിട്ടേൺ x+y. ആ തന്നിട്ട് 2 ആൾക്കാരെ ആഡ് ചെയ്തിട്ട് നേരെ വാല്യൂ എന്ത് ചെയ്യുക, തിരിച്ചാണ്ട് കൊടുത്തേക്കുക, ആഡ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തേക്കുക. ഇതാണ് ഇയാളെ ജോലി, ആഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ ജോലി. ഇനി ആഡ് ഫംഗ്ഷൻ നമ്മൾ ഇവിടെ എന്ത് കോൾ ചെയ്യാൻ പോവാണ്, ആഡ് ഓഫ്
ഞാൻ നേരെ വാല്യൂ കൊടുക്കുന്നുണ്ട് 5,6 കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക? ആഡ് ഓഫ് 5,6 എന്നുള്ളത് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. നമ്മൾ കാണാനില്ലല്ലേ, വന്നൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഇൻഡ് സെ റിസൾട്ട് ഈക്വൽ ടു കൊടുത്തു. അപ്പോൾ അത് സംഭവിക്കുക 5ഉം 6ഉം ഇവിടെ മുകളിലേക്ക് പാസ് ചെയ്യും, ഇവിടെ പോയിട്ട് ആഡ് ചെയ്യും, തിരിച്ചു വന്നിട്ടുണ്ടാവും. പക്ഷേ തിരിച്ചു വന്ന് നമുക്ക് എന്തെന്നില്ല കാണുന്നില്ല. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമുക്കിവിടെ പ്രിൻ്റ് എഫ് കൊടുക്കുക. പ്രിൻ്റ് എഫിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? സം ഈസ് ഈക്വൽ ടു %d കോമ ഇവിടെ കിട്ടിയ എന്തിൻ്റെ അകത്താണ്? റിസൾട്ടിൻ്റെ അകത്ത് കിട്ടിയില്ല, റിസൾട്ട് കൊടുത്തു റിസൾട്ട്. അപ്പോൾ എന്ത് സം ഈസ് 11 വന്നു. ഇനി ഇതേപോലെ എനിക്ക് എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ഷൻ ചെയ്യണം വേറെ ഫംഗ്ഷനിൽ. അപ്പോൾ എന്ത് ചെയ്യുക? വേറെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ പേര് ഞാൻ എന്ത് പറഞ്ഞു? സബ് എന്ന് പറഞ്ഞു. ഇവിടെ എക്സ് വൈ തന്നെ പാസ് ചെയ്ത് x+y പറയാൻ എന്ത് ചെയ്തു? x-y ചെയ്തു. അപ്പോൾ ഇവിടെ റിസൾട്ട് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ സം ആക്കുക. അതുപോലെ സം പിന്നെന്താണ്? ഡിഫറൻസ് അല്ലേ, ഡിഫറൻസ്. ഓക്കെ, രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തു. സമ്മിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുക? നമ്മൾ ആഡ് കൊടുത്തു. സമ്മിൻ്റെ റിസൾട്ട് ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ പ്രിൻറ്റ് ചെയ്യുക. സം ഈക്വൽ ടു സം എന്ന് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ സബ് ഉണ്ടല്ലേ, നമ്മൾ അടുത്ത ഫംഗ്ഷൻ്റെ ഒരു സബ്ബാണല്ലേ, സബ് നമുക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? ഇതേപോലെ എന്ത് ചെയ്യുക? സബിനെ നമുക്ക് യൂസ് ചെയ്യാം, പേര് മാറ്റിയാൽ മതി. സം ഈക്വൽ ടു എന്നുള്ള എന്താ? ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ഈക്വൽ ടു, ഡിഫറൻസ് അല്ല ജസ്റ്റ് വേരിയബിൾ നെയിമാണ്, സ്റ്റോർ ചെയ്യാൻ. ഡിഫറൻസ് ഈക്വൽ ടു സബ് ഓഫ് 15,6. എന്നിട്ട് ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് തമ്മിലും വ്യത്യാസം. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഇവിടെയാണ് കിട്ടിയത് അല്ലേ, നമ്മളോട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമ്മും ഡിഫറൻസും പ്രിന്റ് ചെയ്ത് നോക്കാം. സം ഈക്വൽ ടു 11, ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ നമുക്ക് ഇത്ര ഫംഗ്ഷൻസ് വേണമെങ്കിൽ എന്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഓരോ തവണ ഇനി സബ് ചെയ്യണമെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും, അപ്പോൾ ഇത് ജസ്റ്റ് ചെറിയ ഫംഗ്ഷനാണ്, പല സമയത്ത് ചെറുതാവില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളുണ്ടാവും. എപ്പോഴും നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ജസ്റ്റ് കോൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 15, 16 കൊടുത്ത് ഞാനിവിടെ 150, 16 കൊടുക്കണം സബ്സ്ട്രാക്ഷൻ. ഓക്കെ, എനിക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും താഴെ അതിന് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാം. എപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷൻ യൂസ് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഫാക്ടോറിയലായിരിക്കും ചെയ്യേണ്ടി വരിക, ഫിബിനോക്കി ആയിരിക്കും, ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, പവർ കാണാനായിരിക്കും, പലതും വരാം. അപ്പോൾ ഏതൊക്കെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? റിസൾട്ട് താഴേക്ക് കൊണ്ടുവന്ന് താഴെയാണ് റിസൾട്ട് പ്രിൻറ്റ് ചെയ്തത്. എനിക്ക് താഴേക്ക് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യേണ്ട, റിസൾട്ട് എന്ത് ചെയ്യാൽ മതി? മുകളിൽ തന്നെ പ്രിൻറ്റ് ചെയ്ത് പോയാൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ റിസൾട്ട് ഇവിടെ കൊടുക്കുന്നില്ല. സം ഈസ് ഈക്വൽ ടു ആഡ് ഓഫ് 5,6 എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഒഴിവാക്കാണ്. തിരിച്ചൊന്നും വരേണ്ടതില്ല. എനിക്ക് നേരെ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? റിസൾട്ട് ഈക്വൽ ടു എന്നോട് പ്രിൻറ്റ് സം ഈസ് %d കോമ സം. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് ചെയ്യുക? ഇൻറ്റ് സം ഈക്വൽ ടു ഇവിടെ സം എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിലേക്ക് എന്ത് ചെയ്യുക? നമ്മുടെ വാല്യൂ സെറ്റാക്കി വെക്കുക. ഓക്കെ, ഇവിടെ അല്ല, ഇവിടെ കൊടുക്കുക, മുകളിൽ കൊടുക്കുക. ഓക്കെ, ആഡിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യണം? ആഡ് 5 6 പാസ് ചെയ്തു. 5 എക്സിൽ കിട്ടും, 6 വൈയിൽ കിട്ടും. ആ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ കിട്ടാൻ മാറിപ്പോകില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ഞാനിവിടെ ഇൻറ്റ് z ഈക്വൽ ടു x+y എന്ന് കൊടുത്തു. സെഡിൻ്റെ അകത്ത് x y ആഡ് ചെയ്ത് റിസൾട്ട് കിട്ടും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ പ്രിൻ്റ് എഫിൽ എന്ത് കൊടുക്കുകയാണ്? സം ഈസ് %d കോമ എന്ത് കൊടുത്തു? z കൊടുത്തു. കാരണം സമ്മ് എന്നുള്ളത് എവിടെ ഉണ്ടാവുക? സെഡിലുണ്ടാവും. കാരണം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് എവിടെയാണ്? x y ആഡ് ചെയ്യണം കൊടുത്തിട്ടുണ്ട്, അത് അവിടെ വരും. റൺ ചെയ്ത് നോക്കാം. അപ്പോൾ സം ഈസ് 11 എന്ന് വന്നു. ഇനി ഇവിടെ പ്രത്യേകം എന്താ? ഇവിടെ എന്തില്ല? ദർ ഈസ് നോ റിട്ടേൺ. പ്രത്യേകം മനസ്സിലാക്കുക, ഇവിടെ എന്തില്ല? പ്രത്യേകിച്ചൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യേണ്ടതില്ല? നമ്മളിവിടെ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ആളത് പ്രത്യേകിച്ച് പെട്ടെന്ന് സ്വീകരിക്കേണ്ടതില്ല, ബോക്സ് സ്വീകരിക്കേണ്ടതില്ല, വേരിയബിൾ ആവശ്യമില്ല, എല്ലാം അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് എന്തില്ല? ആവശ്യമില്ല. നമ്മൾ നേരെ എന്ത് ചെയ്തു? റിട്ടേൺ ഇവിടെ തന്നെ ചെയ്യാതെ ഇവിടുന്ന് ചെയ്തു. പകരം നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്യുമ്പോൾ എന്താ മാറ്റുള്ളത്? ഡിഫറൻസ് എല്ലാം മനസ്സിലാക്കുക. റിട്ടേൺ സെഡിനെ എന്ത് പിടിച്ചിട്ട് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഏതിന് റിട്ടേൺ ചെയ്യാം? റിട്ടേൺ ചെയ്യണ ആരാണ്? ഒരു ഇൻറ്റീജറാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സ്വീകരിക്കാം. വേണമെങ്കിൽ നേരിട്ട് പ്രിൻറ്റ് ചെയ്യാം കേട്ടോ, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ചില സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റും. റിസൾട്ട് ഈക്വൽ ടു %d കോമ ആഡ് ഓഫ് 5,6 എന്നൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതെന്താണ്? നമ്മൾ വേറെ വേരിയബിൾക്ക് റിസൾട്ട് എടുക്കാതെ നേരെ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യുക? എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ആളെ നേരെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക? ഡിസ്പ്ലേക്ക് ഇട്ട് കൊടുക്കുക, സ്വീകരിക്കുക. അതാണ് ഇവിടെ ചെയ്തത് കേട്ടോ. അപ്പോൾ റിട്ടേൺ ഇതിൽ ഇത്ര കാര്യങ്ങളുള്ളൂ. പാരാമീറ്റേഴ്സ് എന്താണ്? ഓർഡറിൽ നമ്മളിങ്ങനെ കൊടുക്കണം. ചെയ്ത് നോക്കണേ നല്ല കിട്ടുള്ളൂ കൊണ്ടും പറയുന്നു. ഇവിടുന്ന് വാല്യൂസ് അങ്ങോട്ട് പാസ് ചെയ്യുക, അങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് കിട്ടാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. മൾട്ടിപ്പിൾ ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര തവണ നമുക്ക് വിളിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ശരിക്കും ഫംഗ്ഷൻ്റെ അകത്തുള്ളൂ. വേറെ ഇതിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. സിമ്പിളാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ചെയ്യുക. മറ്റു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.